ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഞാൻ നമ്മുടെ വെഞ്ഞാറമൂട്ടിലില്ലായിരുന്നു. ഇപ്പോൾ കൊട്ടാരക്കരയിലായിരുന്നു. നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പിന്നെ വിശേഷം എന്താ, കടയിലൊരു വകയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തുറക്കാറില്ല. അത് തന്നെയാണ് കാരണം. ഉപജീവന മാർഗം എല്ലാം തടസ്സത്തിലാണുള്ളത്. ഉപജീവനത്തിന് ഉള്ള വഴിയും മാർഗം എല്ലാം ആകെക്കൂടെ അവതാളത്തിലായി, ബുദ്ധിമുട്ടിലായി ഇങ്ങനെ കിടക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ കുറച്ച് സാധനമൊക്കെ ഇറക്കി വെക്കാൻ ഇപ്പം കൂടെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലിരിക്കുക. എങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്. എങ്കിൽ എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം വെച്ച് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയും അതിനോടൊപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇനി സാധനമൊക്കെ ഒന്ന് ഇറക്കണമെങ്കിലോ ഇനി അങ്ങോട്ടുള്ള ഉപജീവന മാർഗം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ നടക്കും. 5000 രൂപ മതി ഇപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കാനും. പിന്നെ അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും വരത്തില്ലായിരുന്നു. ആരെങ്കിലും സഹായിക്കാൻ പോലും ഇല്ലാത്തതുകൊണ്ടുള്ളൊരു വിഷമമാണ്. ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ക്ലിയറായിപ്പോയത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഇരിക്കണം. എന്തെങ്കിലും ഒരു ഇതൊക്കെ കിട്ടിയെങ്കിലേ പറ്റൂ. മുന്നോട്ടൊക്കെ പോകാൻ തന്നെ ഭയങ്കര പാടിലാണ് ഞാനിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ഒരു വഴിയുണ്ടായാൽ ഉപജീവന മാർഗം മുന്നോട്ട് പോവും. ഇല്ലെങ്കിൽ ഞാനും എൻ്റെ വാവയും എൻ്റെ അമ്മയും അച്ഛനമ്മ ഇല്ലാത്ത 2 പിള്ളേരും ഒക്കെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാവും. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാവണം കേട്ടോ. ശരി.